ഹലോ എവരിവൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കേരള PSCയുടെ കീഴിൽ നമ്മുടെ വെബ്കോ LDCക്ക് വേണ്ടി എന്താണ് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ വെബ്കോ LDCക്ക് വേണ്ടി പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയായിരിക്കും 2021-22 കാലഘട്ടത്തിലാണ് അവസാനമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. 2024 കൂടി എന്ത് ചെയ്തു, ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. 2027 ആ സമയത്ത് 2024 കഴിഞ്ഞ് 25-26 സമയങ്ങളിലായിട്ട് ഈ പറയുന്ന 27 വരെ അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തില് 26 റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പൊ ഇനി 25 ആണ് അല്ലെ, 25 അവസാനമാറായതിനും അപ്പൊ എന്ത് ചെയ്യണം, ഈ വർഷം അവസാനത്തോടു കൂടി അല്ലെ പറയുന്ന ഡിസംബർ മുന്നായിട്ട് എന്ത് ചെയ്യണം, പുതിയ നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനമായിട്ടും നമ്മൾ ഈ പറഞ്ഞ വെബ്കോ LDC എന്നാണ്, എന്തെല്ലാമാണ്, അതുപോലെ ഇതിന്റെ കീഴിലാണ് പ്രധാനമായിട്ടും വരുന്നത്, അതുപോലെ എന്തായിരിക്കും ഇതിന്റെ ഏജ് വരുന്നത്, അതേപോലെ തന്നെ എന്ന് വിജ്ഞാപനം ഉണ്ടാവും എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, ഇവിടെ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ പറയുന്ന മുൻ വർഷങ്ങളിലെ നമ്മുടെ വെബ്കോ LDCയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളൊന്ന് നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, മുൻ വർഷങ്ങളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന 30/11/2021 ഗസറ്റ് ഡേറ്റ് വരികയും 5/1/2022 കൂടി എന്ത് ചെയ്യുക, ലാസ്റ്റ് ഡേറ്റ് എന്ത് ചെയ്യുക ആവുകയും ചെയ്യുന്ന ഒരു എക്സാം ആണ് പറയുന്നത് ഈ വെബ്കോ LDCയുടെ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 2022 കണക്ക് കൂട്ടുക, 2022 കൂടി എന്ത് ചെയ്തു, ഈ പറയുന്ന ലാസ്റ്റ് ഡേറ്റ് ആയി. അതുപോലെ എന്താണ് ഈ പറയുന്ന പ്രിലിംസും മെയിൻസും എല്ലാം കഴിഞ്ഞ് 2024 കൂടി എന്താണ് 2024 കൂടി എന്ത് ചെയ്തു, പുതിയ എന്ത് ചെയ്തു, റാങ്ക് ലിസ്റ്റ് വരെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. എനിക്കറിയായിരിക്കും ആ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 2022-24 ഈ പറയുന്ന കാലഘട്ടം, എനിക്കറിയാം ഈ പറയുന്ന കൊറോണ, ഈ പറയുന്ന കോവിഡ് മഹാമാരിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അല്ലെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പൊതുവെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന എക്സാമിനേഷൻസ് അതേപോലെ തന്നെ ഈ എക്സാം വൈകുന്നതിനൊക്കെ ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. അതേപോലെ മറ്റു പ്രശ്നങ്ങളെല്ലാം എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഈ എന്താണ് ഈ പറഞ്ഞ എക്സാം എന്ത് ചെയ്യും വായിപ്പിക്കാൻ വേണ്ടി കാരണമായിട്ടുണ്ട്. എനിക്കറിയാമായിരിക്കുമല്ലോ. അതാണ് ഈ പ്രധാനമായിട്ട് എന്ത് ചെയ്യും വൈകാൻ കാരണമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ 2024 കൂടി ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി പുതിയ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന 2025 കൂടി വരണം. 2025 കൂടി എന്ത് ചെയ്യും, പുതിയ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഈ മാസം, അതായത് നമ്മുടെ ഡിസംബറിന് മുമ്പായിട്ട് തന്നെ, നവംബർ മാസം അല്ലെങ്കിൽ ഡിസംബർ മാസം അടുപ്പിച്ച് എന്ത് ചെയ്യും, വെബ്കോയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, നമ്മുടെ പഴയ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഈ പറയുന്ന നെയിം ഓഫ് ദ ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കേരള സർക്കാരിന് കീഴിലുള്ള എന്താണ് ഈ കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന ബിവറേജസ് ബിവറേജസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന മദ്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ബിവറേജുകളായിക്കോട്ടെ, ഇവരുടെയൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന നിർമ്മാണത്തിനും അതേപോലെ മാർക്കറ്റ് ചെയ്യുന്ന നമ്മൾ ഈ പറയുന്ന വെബ്കോകളുണ്ടല്ലോ, വെബ്കോയിലൂടെയാണ് ഇത് ചെയ്യുന്നത്. പ്രധാനമായിട്ടും അത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ മാർക്കറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളെ വിളിക്കുന്നത്. ഓക്കെ, അതേപോലെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. ഓക്കെ, എന്താണ് ഈ പറയുന്ന LD ക്ലർക്കായിട്ടാണ് നിങ്ങൾ കിട്ടുന്നത്. അതേപോലെ തന്നെ സ്കെയിൽ ഓഫ് പേ നിങ്ങൾ അവിടെ കൊടുത്തിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സ്കെയിൽ ഓഫ് പേ കൊടുക്കേണ്ട ആവശ്യമില്ല. 2021 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്കെയിൽ ഓഫ് പേ അന്നത്തെ നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയ സ്കെയിൽ ഓഫ് പേ ആണ്. അത് പിൽക്കാലത്ത് മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, കറക്റ്റായിട്ട് എന്തെല്ലാമാണ് അതിന്റെ അലവൻസുകൾ മറ്റും എന്തെല്ലാമാണ്, അതേപോലെ തന്നെ എത്ര കണ്ട കൈ കിട്ടും, അതേപോലെ മറ്റു ബാക്കിയുള്ള സംവിധാനങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് സംബന്ധിച്ചാണ് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വേക്കൻസി ഒന്ന് ആൻറ്റിസിപ്പേറ്റ് ആയിട്ട് കിടക്കുകയാണ്. എന്നാൽ തന്നെ നമുക്ക് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി ഏകദേശം 290ഓളം പേർക്ക് ഇപ്പോൾ തന്നെ എന്താണ് അഡ്വൈസ് പോയിട്ടുണ്ട്. 290ഓളം പോയിട്ടുണ്ട്. ഈ 2027 വരെ എന്താണ് ഈ പറയുന്ന ലിസ്റ്റ് കിടക്കുന്നത്. അതായത് ഏകദേശം 350 പേർക്കോളം എന്ത് ചെയ്യും, ഈ പറയുന്ന എന്ത് പോകുന്നതായിരിക്കും, ഈ പറയുന്ന അഡ്വൈസ് ഒന്നും എന്തായാലും പോകുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ് പറഞ്ഞാൽ ഈ പറയുക കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഏജ് എന്ന് പറഞ്ഞാൽ അപ്പർ ഏജും പറ്റിയ ആപ്ലിക്കൽ പറഞ്ഞ് എന്ത് ചെയ്യാം അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതായത് 10ാം ക്ലാസ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത്. എന്താണ് 10ാം ക്ലാസ് ആണ് എന്ത് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, 10ാം ക്ലാസ് ബേസ്ഡ് വൈസ് എക്സാം ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും എന്ത് അയക്കാൻ പറ്റും. പൊതുവേ വരുന്ന ഏജ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ് എന്ത് പറയുന്നത് ഏജ് എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ പറയുന്ന കൊറോണ മഹാമാരി വന്നതിന്റെ ആ ഒരു കാലഘട്ടത്തിലാണ് പൊതുവെ നോട്ടിഫിക്കേഷൻ മറ്റും വന്നിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരുപാട് പേർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന എക്സാമ്പിൾ എഴുതാൻ പറ്റാത്ത ഒരുപാട് പേർക്കുണ്ട്.
അപ്പോൾ അവരെ ഇവിടെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഈ പുതിയ നോട്ടിഫിക്കേഷനകത്ത് ഇവന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് തന്നെ ഈ 36 വയസ്സ് എന്ന് പറയുന്നതിനകത്ത് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഏജിന് ഇച്ചിരിയും കൂടെ റിലാക്സേഷൻ കിട്ടുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങൾ പേടിക്കുന്നു വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഏജ് റിലാക്സേഷൻ പൊതുവെ എന്താണ് അന്ന് എഴുതാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇച്ചിരി കൂടെ ഏജ് നിങ്ങൾക്ക് നീട്ടി കിട്ടുന്നത് ആയിരിക്കും. അതേപോലെ തന്നെ SC ST OBS എന്നീ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അതേപോലെ റിസർവേഷൻ കാറ്റഗറീസ് എന്തായാലും എന്ത് ചെയ്യും, പറഞ്ഞ 3-5 വർഷങ്ങളുടെ റിലാക്സേഷൻ എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ കഴിഞ്ഞ മുൻ വർഷങ്ങൾ 2022 കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഈ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ വെബ് DSL നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 2022 കൂടി എന്ത് ചെയ്തു, ഈ പറയുന്ന ലാസ്റ്റ് ഡേറ്റ് ആയി. അതേപോലെ പ്രിലിംസ് മെയിൻസ് എല്ലാം കഴിഞ്ഞ ശേഷം 2024 കൂടി എന്ത് ചെയ്തു, പുതിയ റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ ഈ മാസം ഡിസംബർ അവസാനത്തോടു കൂടി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഡിസംബർ അവസാനത്തോടു കൂടി ഡിസംബർ മുമ്പ് ഈ പറഞ്ഞ നവംബറിലോ എന്ത് ചെയ്യും, നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ 2025 അവസാനത്തോട് വന്നു കഴിഞ്ഞാൽ 2026 കൂടി എന്താണ് ഈ പറയുന്നത് 2025 അവസാനത്തോടെ എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ 2026 അല്ലെങ്കിൽ പറയുന്ന ആ സമയങ്ങളിൽ പ്രിലിംസ് മെയിൻസ് ഒക്കെ 2027 കൂടി എന്ത് ചെയ്യും, പകുതിയോട് കൂടിയൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, 2027 കൂടി പറയുന്ന റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, ഞാൻ പറയുന്നത് പ്രിപ്പറേഷൻ ഇപ്പോഴും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കരുത്. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും ഒരുപാട് ഈ പറയുന്ന ഇൻസെന്റീവ്സ് ആയാലും ഒരുപാട് എന്താണ് ഈ പറയുന്ന അവധികളൊക്കെ പറഞ്ഞ ലീവ് മറ്റുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്ന സംവിധാനം പറയുന്ന ബെക്കോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ പറയുന്ന എന്താണ് ഈ പറഞ്ഞ ബിവറേജ് കോർപ്പറേഷന്റെ ഈ പറയുന്ന എക്സാം വെബ് LDS എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിൽ ഇതിന് വേണ്ടി തയ്യാറെടുക്കുന്നതാണ് നിങ്ങളെങ്കിൽ അവിടെ ACDP അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന വെബ് LDS അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നീ പറയുന്ന എക്സാമിനേഷൻസിന് വേണ്ടി നമ്മൾ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പറയുന്ന വെബ് LDCക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, വീക്കിലി മോക്ക് ടെസ്റ്റുകളുണ്ട്, അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷനുകളുണ്ട്, സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് സെക്ഷനുകളുണ്ട്, അതേപോലെ മെന്റർഷിപ്പ് സപ്പോർട്ടുകളുണ്ട്, അതേപോലെ സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസും മോട്ടിവേഷൻ സെക്ഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് നല്ല രീതിയിൽ എക്സാമിനേഷൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ നമ്മുടെ കൂടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് AZB അക്കാഡമിയുടെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ആപ്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ പറഞ്ഞ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനോട് ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, എന്താണ് കോഴ്സ്, എങ്ങനെയാണ് കോഴ്സ്, എങ്ങനെ പഠിക്കണം, അല്ലെ, ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആണല്ലോ. ഓക്കെ, 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊരു സംശയം ഉണ്ടായിക്കോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് കോഴ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള സംശയങ്ങൾ എന്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ പറയുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റും ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഒരു ഗൂഗിൾ ഫോമാണ് കൊടുത്തിട്ടുള്ളത്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് സജഷൻസോ ഡൗട്ട്സോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് അവിടെ നിങ്ങൾക്ക് എന്ത് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ഡൗട്ട് ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനുള്ള ഉത്തരം എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലഭിക്കുന്നത് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സുകൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് ഏതെല്ലാം വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് കയറിയ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ അപ്ഡേറ്റ്സുകൾ പുതിയ നോട്ടിഫിക്കേഷൻസ് മറ്റും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഉടനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന വെബ് LDCക്ക് വേണ്ടി അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ആശംസ അറിയിച്ചുകൊള്ളുന്നു. ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, നമ്മുടെ മുന്നിൽ സമയം എന്താണ്, വളരെ കുറവാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പഠിച്ചുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ബർഡനൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുകയാണ്. ഓക്കെ.